എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം കേട്ടോ. എൻ്റെ വീട്ടിലെ വിഷുക്കണിയുടെയും ബാക്കി വിഷു വിശേഷങ്ങളുടെയും ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മാത്രമല്ല ഈ വിഷു കുറച്ച് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. വിഷുവിൻ്റെ തലേ ദിവസം രാത്രിയാണല്ലോ വിഷുക്കണിയൊക്കെ സെറ്റ് ആക്കുന്നത്. അനിയനാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി എല്ലാം സെറ്റാക്കി എടുക്കാൻ വേണ്ടി. ഞാൻ കടന്ന് ഈ വീഡിയോ എടുപ്പും പിന്നെ കുറച്ച് ഹെൽപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അനിയൻ തന്നെ എല്ലാം സെറ്റാക്കിയത്. സാധാരണ ഈ ഓട്ടുരുളിയിലാണ് എല്ലാവരും വിഷുക്കണി വെക്കുന്നത്. അപ്പോൾ അതിൽ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടതാണ്. ഈ കണിക്ക് പ്രത്യേകിച്ചും ചക്ക, മാമ്പഴം, കദളിപ്പഴം മസ്റ്റായിട്ട് വയ്ക്കണം. കദളിപ്പഴം കൃഷ്ണനും, ചക്ക ഗണപതി ഭഗവാനും, മാമ്പഴം മുരുകനും. അങ്ങനെയാണ് സങ്കല്പം. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അങ്ങനെ കണിയൊക്കെ വെച്ച് നമ്മൾ പൂജാമുറിയൊക്കെ ക്ലോസ് ചെയ്തിട്ടു. പിറ്റേ ദിവസം രാവിലെ കാരണം ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും അമ്മയാണ് കണി കാണിക്കാറുള്ളത്. പക്ഷെ ഇത്തവണ ഞാനാ നേരത്തെ എണീറ്റ് കേട്ടോ. കാരണം 3 മണിക്ക് എല്ലാവരും എണീക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ എനിക്ക് സാരി ഉടുക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ 2:45 എണീറ്റിട്ടുണ്ടായിരുന്നു. ആരും ഞെട്ടുണ്ട് കേട്ടോ. 2:45 എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ എണീക്കുവാണെങ്കിൽ കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കാനായിട്ട്. അപ്പോൾ രാവിലെ എണീറ്റു, കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ച് അച്ഛനെ അമ്മയൊക്കെ പോയി വിളിച്ചു. പിന്നെ അവർ അനിയനെ പോയി വിളിച്ചു. അങ്ങനെ എല്ലാവരും കണി കണ്ടു, കൈനീട്ടമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിട്ടി. പിന്നെ നേരെ നമ്മൾ ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് പോയത്, നെയ്യാറ്റിൻകരയിലുള്ള. അപ്പോൾ സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ വിഷുവിനും പറ്റുവാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഞാൻ പോകാറുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ കണി കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയിട്ടില്ല. സാധാരണ യൂഷ്വലി തിരക്കായിരിക്കും കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ, അതുകൊണ്ടാണ് പോകാനൊരു മടി. തവണ പോകാമെന്ന് കരുതി അങ്ങനെ പോയി. രാവിലെ 4 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വർഷവും പോകുവാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഒരു 5 മണിക്ക് മുന്നേ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാണ്ട് കാണാൻ പറ്റും ഭഗവാനെയൊക്കെ. 5 മണി കഴിഞ്ഞാൽ ക്യൂ ആണ്. ഞങ്ങൾ ചെറിയ ക്യൂ ഉണ്ടായിരുന്നു, എന്നാലും മൂവിങ് ആയിരുന്നു കേട്ടോ ക്യൂ. പെട്ടെന്ന് കാണാൻ പറ്റി, ഭഗവാനെയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റി. ഞാൻ മിക്കപ്പോഴും പോകുന്ന ക്ഷേത്രമാണ്. പക്ഷേ എന്നത്തേനേക്കാളുപരി ഇന്ന് കൃഷ്ണ ഭഗവാനെ കാണാൻ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു വലിയ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ശ്രീകോവിലിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ലല്ലോ, അത് മിക്ക ക്ഷേത്രത്തിലും അങ്ങനെ തന്നെ. അങ്ങനെ അകത്ത് കയറി നമ്മൾ അത് കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും നല്ല ക്യൂ ആയി, നല്ല തിരക്കായി. കൈനീട്ടമൊക്കെ കിട്ടി കേട്ടോ, അതാ മെയിൻ പോയിന്റ്. കൈനീട്ടമൊക്കെ കിട്ടി. ഭഗവാന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ തിരുമേനി കൈനീട്ടമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗണപതി ക്ഷേത്രവും ശിവക്ഷേത്രവും ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയി. അവിടുന്ന് കൈനീട്ടം കിട്ടി. ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കിച്ചൊക്കെ തോന്നിയതുകൊണ്ട് ഒരു കോഫി കുടിക്കാമെന്ന് കരുതി നമ്മൾ അടുത്തുള്ള ഒരു ചെറിയൊരു കഫേയിൽ കയറി കോഫിയൊക്കെ കുടിച്ചു. അടിപൊളി കോഫി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടെ ഇരുന്ന് അവിടെ കോഫിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളുടെ മാരായമുട്ടം, ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രം, അവിടെ 5 മണിക്ക് തുറക്കണുണ്ടായിരുന്നുള്ളൂ. മാരായമുട്ടം നീലകേശി ക്ഷേത്രത്തിലോട്ട്. അപ്പോൾ അവിടെയും ഫ്രണ്ടിൽ തന്നെ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അവിടെയും കയറി തൊഴുതു. അവിടുന്നും കൈനീട്ടം കിട്ടി. അവിടെ എല്ലാം ഗണപതി ഹോമത്തിനൊക്കെ എല്ലാം ഒരുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, നമുക്കപ്പോൾ പോകാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് പാൽപ്പായസമൊക്കെ കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വാങ്ങിച്ചു കുടിച്ചു. എന്നിട്ട് നേരെ പോയത് അങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലോട്ടായിരുന്നു. അവിടെയും പോയി. അവിടെ നിന്നും കൈനീട്ടം കിട്ടി.
കിട്ടി. അവിടുത്തെ കൈനീട്ടം പ്രത്യേകിച്ച് ഈ പട്ടിലെ പൊതിഞ്ഞൊരു കിഴി പോലെയൊക്കെ കിട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, അത് എല്ലാവർക്കും കാണുമല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണുണ്ട് ചുമ്മാ. ഇതേ കണ്ടില്ല, ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ കൈനീട്ടങ്ങൾ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും, ഗണപതി ക്ഷേത്രത്തിൽ നിന്നും, പിന്നെ ശിവക്ഷേത്രത്തിൽ നിന്നും, നീലകേശി ക്ഷേത്രത്തിൽ നിന്നും കിട്ടി. അപ്പോൾ ഇത് ഈ കിഴി ഞാഴ്ചപ്പോഴാണ് കണ്ടത്. അതിൽ നെല്ലും അതിൽ നാണയങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദോശ, ഇഡ്ഡലി, സാമ്പാറൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് വെറൈറ്റി പിടിക്കാമെന്ന് കരുതി. ഒരു വെറൈറ്റി ആയിട്ട് അപ്പവും പൊട്ടറ്റോ സ്റ്റൂ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു ചെറിയ സദ്യ തട്ടിക്കൂട്ടാന്ന് കരുതി ഞാനും അമ്മയും കൂടെ കിച്ചണിൽ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതേ വീഡിയോസും എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞ് സദ്യയൊക്കെ തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തവണത്തെ വിഷു ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞൊരു വിഷു ആയിരുന്നു കേട്ടോ. കാരണം അച്ഛനും നാട്ടിലുണ്ടായിരുന്നു. അച്ഛൻ എല്ലാ വിഷുവിനും നാട്ടിലൊന്നും ഇല്ല. ഇപ്പം കസിൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ അങ്ങനെ ലീവ് കുറച്ചുണ്ടായിരുന്നു. നിധിയേട്ടന് മാത്രമേ മിസ്സിങ് ആയിട്ടുള്ളൂ. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല വിഷുവായിരുന്നു. എല്ലാ വർഷത്തെക്കാളും എന്തോ ഒരു സ്പെഷ്യാലിറ്റി, എന്തോ ഒരു സ്പെഷ്യാലിറ്റി തോന്നുന്ന ഒരു വിഷു. എല്ലാവർക്കും വീണ്ടും എന്താ പറയുക വിഷു ആശംസിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള വർഷം എല്ലാവർക്കും എന്താ പറയുക സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും എല്ലാം ഒരു അടിപൊളി വർഷം ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വിഷ് ചെയ്യുകയാണ്. കുഞ്ഞു വിശേഷം പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഓക്കെ ദെൻ ബൈ.